കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈന പ്ലേയിൽ. നോക്കണ്ട, ഗ്രീൻ ടീയാ. കൊളസ്ട്രോൾ കുറയ്ക്കണ്ടേ? ഇതിങ്ങനെ പോയാൽ ചിലപ്പോൾ തീരെ കൊളസ്ട്രോൾ ഇല്ലാണ്ട് ഞാൻ തട്ടിപ്പോവും. ഓ, നീ ആ ഗേറ്റും തുറന്നേ. പാസ്വേഡ് എന്നായിരുന്നു? എന്റെ അനിയമ്മ, നീ എന്താ ഓർക്കാത്ത? ഓർമ്മയുണ്ട്. പാസ്വേഡ് എത്രയാണ്? കർത്താവേ, ശരിയായിരിക്കണേ. സൗത്ത് നോർത്ത്. ഇന്നലെ തെക്കോട്ടല്ലേ ഓടിയേ, ഇന്ന് വടക്കോട്ടോട്. വടക്കെങ്ങോട്ടാ? അങ്ങോട്ട്. ആഹാ, എനിക്ക് തെക്ക് മതി. അതല്ലേലും എനിക്കറിയായിരുന്നു അങ്ങനെ ചെയ്യുള്ളൂ. Me with your velvet touch, words that mean so very much, hearts that beat in silent song, two souls where they belong. Hold me close, let's dance tonight. കളിക്കാതെ സിസിലി, ആ തോർത്തിങ്ങടുത്തേ. ആ, ഇപ്പൊ തരാവേ. വെള്ളം മുഴുവൻ കുടിച്ചോണേ. വല്യമ്മച്ചി, ചാച്ചൻ നേരത്തെ പട്ടാളക്കാരനായിരുന്നോ? ആ, ചോദ്യരെ എന്നെ കല്യാണം കഴിക്കാൻ വന്നപ്പോഴേ പട്ടാളക്കാരനാവാൻ പോവാന്നാ പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. നീ അങ്ങനെയൊന്നും കളിയാക്കണ്ടാടി. അവന്റെ അപ്പന്റെ നിർബന്ധം കൊണ്ടാ. അല്ലെ എന്റെ ഈ മോനുണ്ടല്ലോ, ഇന്ന് ലെഫ്റ്റനന്റ് കേണലായിട്ടിരിക്കേണ്ട ആളാ. ലെഫ്റ്റനന്റ് കേണൽ.
ചാച്ച 2-3 പ്രാവശ്യം സോപ്പും തേച്ചോണ്ട് നിക്കല്ലേ. ഓടാ. ആ ഇതെല്ലാം കൊടുത്തു കഴിക്കേ. എനിക്ക് ദോശ ഇഷ്ടമല്ല. ദോശ ഇഷ്ടമല്ല. എന്നാടാ അമ്മച്ചിക്ക് എപ്പോഴും ഈ ദോശ ദോശയുള്ളൂ, കഴിക്കേ. ഇങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇതൊന്നും കണി കാണാൻ കിട്ടുകയില്ല. 8-10 മക്കളെ ഒരു വീട്ടില് ഇതുപോലെ നിർബന്ധിച്ച് കഴിപ്പിക്കാനൊന്നും ആരും മെനക്കെടുകയില്ല. വല്യമ്മച്ചി ഡേ പറഞ്ഞു നിൽക്കണമെങ്കിൽ കഴിച്ചേ. ചാച്ച മണ്ണും ചാണകം എന്റെ യൂണിഫോമിൽ പറ്റിക്കലേ. എന്നും മണ്ണും പറ്റിച്ചോണ്ട് ചെന്നിട്ട് പിള്ളേരെ കളിയാക്കുക. ഇരട്ട പേരുണ്ട് എനിക്ക്, അറിയാവോ ചാച്ചന്? നിന്റെ ഒറ്റ പേര് ഫാർമർന്നാ. ആരും കുഞ്ഞുമോളെ കളിയാക്കണ്ട. ഫാർമർ എന്ന് പറഞ്ഞാൽ കർഷകനാ, എനിക്കറിയാം. കർഷകനാ? പോലെ പോലെ ഈ മുട്ടയും കൂടി കടയിലേക്ക് വെച്ചേക്ക്. ജോസൂട്ടി ഇതിന്റെങ്കിലും പൈസ ഇന്ന് വൈകുന്നേരം തന്നേക്കണേ. ശരി. മുട്ട പൊട്ടിച്ചില്ലേ നിനക്ക് തരും. ദേ അമ്മച്ചിയുടെ തലേ കോഴിയുടെ പപ്പ്. എങ്ങനെ നിന്റെ അമ്മ കോഴിക്കോട്ടിലും പശുക്കൂട്ടിലല്ലേ ജീവിക്കുന്നേ? കോഴി കുറച്ച് റെസ്റ്റ് എടുക്കണി. ടാറ്റാ ടാറ്റാ അമ്മച്ചി. ഹായ് മമ്മി, സീ യു. ദാണ്ടെ നിന്റെ മേത്ത് ചെളി, നീയും ഫാർമറായി. ചാച്ച ചേട്ടായോടൊന്നും ഉണ്ടായിക്കാൻ പറ്റുമോ? ഉണ്ടായിരടാ. എപ്പോഴും എന്നെ കളിയാക്കി കളിയാക്കി ചോദിച്ചു. അതെ ചാച്ച, എന്നെയും കളിയാക്കും. ആണോ? ദേ ചാച്ച, ചീപ്പ് ചാടിക്കാതെ മുട്ട പൊട്ടും. ഓ ശരി വേണം. ചാച്ച നമുക്ക് ഈ ജീപ്പ് മാറ്റിയിട്ട് താറെടുത്താലോ? കാറ് വല്ല പിക്കപ്പോ ലോറി എടുക്കാൻ പറ കുഞ്ഞുവനെ. അതൊക്കെ ചാച്ചന് ഇഷ്ടം അല്ലേ ചാച്ചാ? ചാച്ചന് പട്ടാളക്കാരുടെ ജിപ്സിയാ ഇഷ്ടം അല്ലേ ചാച്ച? ചാച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റീനെ മുട്ട പൊട്ടിച്ചേക്കല്ലേ, അമ്മച്ചിയുടെ നല്ല അടി വാങ്ങിക്കും. എന്റെ കയ്യിൽ നിന്നൊന്നും പൊട്ടയില്ല. ആ ചാച്ചാ, ഈ വെള്ളിയാഴ്ച കുഞ്ഞുമോന് ടൂറാണേ. ഇത്തവണ എങ്ങോട്ടാ? മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി 3 ദിവസാ ചാച്ച. കഴിഞ്ഞ കൊല്ലവും അങ്ങോട്ടാ പോയത്. ഈടാ ഇവന്മാർക്ക് ഈ സ്ഥലങ്ങൾ മാത്രം അറിയത്തുള്ളൂ. എപ്പോഴും ഇങ്ങോട്ടൊക്കെ തന്നെയാണല്ലോ. ആന്നേ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോയാലോ? അത് കൊള്ളാം. ലാസ്റ്റ് മറക്കല്ലേ. എടാ ചാച്ച മറക്കോടി. ഇല്ല. ആ എല്ലാരും അറിയിക്കും. ഇറങ്ങിക്കോ. ദേ മുട്ട പൊട്ടിച്ചേക്കല്ലേ. ശരി ഫാർമർ. നോക്കിയേ. ഇരട്ട പേര് എനിക്കും വീഴും. ബൈ. ബൈ. ഹലോ. എടാ മാത്യു ചേട്ടൻ പഴയ ഹവിൽദാറാ. ആർമി, ഇന്ത്യൻ ആർമി. ചാച്ചന്റെ ബോസ് പണി തുടങ്ങി കേട്ടോ. കണ്ടുപിടിക്ക്. ഹായ് മുതലാളി ആകെ എന്റെ ഉത്തരവാദിത്ത ബോധം. ജോസി ചേട്ടാ ഗുഡ് മോർണിംഗ്. പക്കടോ. ക്രിസ്റ്റോ ബേട്ടാ കോളേജിൽ പോവാർക്കും? അല്ല, സിനിമയ്ക്ക് പോവുക. സിനിമക്കോ? ക്ലാസ് കട്ട് ചെയ്ത് നടക്കല്ലേ, നന്നായി പഠിക്കാൻ നോക്കൂ. എല്ലാവർക്കും ഇതേ പറയാനുള്ള. വന്ന് ഇവന്റെ ഉപദേശം കേൾക്കണം. ആ കോളേജ് ബസ് നേരത്തെ വന്നല്ലോ. ആ
ഡിവോഴ്സ് കാരണം മനുഷ്യന് നടക്കാനും മേലെന്നായിരുന്നു. ഇപ്പൊ അവരുടെ സമയല്ലേ? നല്ല മധുരം കൂട്ടി ഒരു ചായ എടുത്തോ. എനിക്ക് ജോയിൻ കഴിച്ചു വരുമ്പോ ഷുഗർ തരും. അതാ റെഡിയായിരുന്നു. ഡിസ്പോസിബിൾ ഗ്ലാസ് ആണല്ലോ. എടാ യോസൂട്ടി, എന്തായാലും കൊറോണ വന്നോണ്ട് ഇവിടെ എല്ലാരും ഡിസ്പോസിബിൾ ഗ്ലാസ് സാനിറ്റൈസർ ഉപയോഗിച്ചു തുടങ്ങി. സ്റ്റേറ്റ്സിൽ ഞങ്ങൾക്ക് പണ്ടേ ശീലമാ. നാളെ കാണാം. ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ്. അച്ഛോ ഗുഡ് മോർണിംഗ്. തീപ്പെട്ടി വാച്ച് നോക്കണ്ട വെക്കച്ച 5 മിനിറ്റ് ലേറ്റ്. ജോസൂട്ടി തടി കൂടാതെ നോക്കണം. എന്റെ ഒപ്പം നടക്കാൻ വാ. ബെസ്റ്റ്. അതിന് ഇവൻ ഈ ജീപ്പിൽ ഇറങ്ങിയിട്ട് സമയം കിട്ടണ്ട അച്ഛാ. എടാ പക്ഷേ ഈ ബാൻഡ് സെറ്റുകാരിപ്പോ കാണാനില്ലല്ലോ. ഇപ്പൊ പ്രാക്ടീസ് ഒന്നുമില്ലേ? അവന്മാർക്ക് പെയിന്റിംഗ് പണി കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിലല്ലേ റിഹേഴ്സൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സീസൺ അല്ലേ? ഈ പ്രാക്ടീസിന് സീസൺ? അയ്യോ പ്രാക്ടീസ് അല്ല, ഈ പെയിന്റിങ്ങിന് കാലാവസ്ഥ അനുസരിച്ച് ഞാൻ ടിവിയിൽ കാണാറുണ്ട് പരസ്യത്തില്. എടാ നമ്മുടെ ഷാജി അവിടെ പോയി. അവനോട്ടും പോയി. അവനെ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയാം. അപ്പൊ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. നമ്മുടെ കുരിശുപള്ളിയുടെ പിരിവിന്റെ കാര്യം എന്റെ അച്ഛൻ ഞാൻ തരാം. അച്ഛൻ പോ. അത് മതി. ഈ സോണിയച്ചനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു ശരിയാ. ആദ്യം ചിരിക്കും പിന്നെ പിരിക്കും. കൊടംപുളി ഉണ്ടോടാ? പിന്നെ അരെ കൊടംപുളിക്കാൻ ഇറങ്ങിയില്ലേ? അയ്യാ കാക്കിലെ കൊടംപുളി. കുളമ്പുളി. എടാ ആര് കളർ ചേർത്താണോടാ? ഒന്ന് പോവാ. ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ചുമ്മാ ചോദിച്ചാടാ പോയി. ജോസൂട്ടി ഇതൊന്ന് കുറിച്ചേരെ. ശരി സാറേ. കുറിച്ചേക്കാനോ? ഇതൊന്നും തിരിച്ചു കിട്ടുവോടാ? അപ്പന്റെ കാലം തൊട്ടുള്ള കച്ചവടം. പെൻഷൻ തീയതി എന്റെ ചന്തയിൽ പോക്കും. അത് ഈപ്പച്ചൻ സാറിന് തെറ്റേയല്ല. എന്റെ ഓർമ്മയില് ഈ ജംഗ്ഷനിൽ ആദ്യത്തെ പലർക്കിടെ കൊച്ചേക്കോച്ചേട്ടന്റെ ഈ കട. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞോണ്ട് നിന്നെ പിടിച്ച് കടയിൽ നിർത്തി. അതുകൊണ്ട് തന്നെ നിന്റെ പഠിപ്പും പോയി. എടാ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ പടിഞ്ഞാറെ പറമ്പിൽ നിന്നുള്ള ബോർഡ് വെച്ചതല്ലാതെ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ടോ? എടാ മുട്ടിനെ കോർപ്പറേറ്റുകൾ സൂപ്പർ മാർക്കറ്റ് നടത്തി തകർക്കുക. ഇനിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യ്, ഈ കടയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടേ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങേ. പട കേരളത്തിൽ മാറാത്ത ഒന്നേ ഉള്ളൂ ഈ ഓൾറെഡി ശബ്ദം. സാറേ നല്ല നെയ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചയാണോടാ? പടക്കുന്ന കണ്ടില്ലേ? കഴിഞ്ഞ ആഴ്ച പിടിച്ചപ്പോഴായിരിക്കും. ഇത് വലുതാണല്ലോ. ഒന്ന് നോക്കിയേ. എത്രയുണ്ട്? 6200 ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, തലകൂട്ടി പകുതി കെട്ടിയതേ വീട്ടിൽ കൊടുത്തേ കേട്ടോ. ജോസൂട്ടി നല്ല നെയ്യുള്ള മത്തിയുണ്ട്. ഒരു 1.5 കിലോ വീട്ടിൽ കൊടുത്തേക്കട്ടെ. മുട്ടയുള്ളതാണോ? പിന്നല്ലാതെ. പിള്ളേർക്ക് മത്തിയ ഇഷ്ടം. വറുത്തു കൊടുത്ത ചോറുണ്ടോ? മത്തി ബെസ്റ്റ് അല്ലേ? ഒമേഗ 3 അത് ഫുൾ ഓഫ് ആന്റി ഓക്സിഡന്റ്. സാലറിയും പേഷ്യന്റ് സ്റ്റേറ്റ്സിന് എന്ത് ഡിമാൻഡ് ആണെന്നറിയോ? ഒരു ചെറിയ ടിന്നിന് $10 $5. ഇവിടെ ഇപ്പൊ 250 രൂപയ്ക്ക് 2 കിലോ മത്തി. ലാഭമല്ലേ? എനിക്കെന്നറിയില്ല ഇതിന്റെ ഉളുമ്പ് ഹോറിബിൾ, സഹിക്കാൻ പറ്റില്ല. സുമാര വീട്ടിൽ കൊടുത്തേക്കണം. ഭയ്യാ കൊടംപുളി ഇതുപോലെ വേസ്റ്റ് വല്ല ഇവിടെ. എടാ ഇവിടെ വേസ്റ്റ് വല്ലതും വെക്കാൻ മതി. അതൊക്കെ സ്റ്റേറ്റ്സിലെ വേസ്റ്റ് മാനേജ്മെന്റ്. നാളെ കാണാ. ഇപ്പൊ ഇടിച്ചതിന്റെ കൂടെ പോയോ? ഓട്ടം പോലും തരികയില്ല. അതിന് വിളി ഓടാ ഇറങ്ങിയല്ലേ കളഞ്ഞു. ഇത് ഞങ്ങളെടുത്ത പുതിയ റീലാ. നന്നായിട്ടുണ്ട്. കൊള്ളാം. കണ്ടോ? 5K വ്യൂസ് ഉണ്ട്. നോക്ക് ഈ സ്റ്റെപ്പ് എങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സോങ്സ് ഒക്കെ ആരാടി സെലക്ട് ചെയ്യാറുള്ളേ? കൊച്ചിനെ എന്നാ വിളിച്ചത്? കൊച്ചെ ഞാൻ ഗേറ്റിന് വെളിയിലുണ്ട്. ചേട്ടത്തി പാസ്വേഡ് ഇപ്പൊ തുറക്കാറേ. ഇനി അങ്ങനെ ചാട്ടം കഴിഞ്ഞിട്ട് വരണമായിരിക്കും.
ഓടിക്കതച്ച് വരുന്നുണ്ട്. ഈ ഗേറ്റ് എന്നെങ്കിലും ഒന്ന് തുറന്നിടുവോ ഈ മനുഷ്യൻ? വേറെ ഒരു വീട്ടിലും ഇങ്ങനത്തെ ഗേറ്റ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ കർത്താവേ. അവളെ വിളിക്കാൻ പറ്റുന്ന ആ കൊച്ചിനെ ഞാൻ വിളിച്ചായിരുന്നു. അത് ഏതാണ്ടൊക്കെ ചെയ്ത് നോക്കി, ഒന്നും ശരിയാവുന്നില്ല. അവള് പാസ്വേഡ് മറന്നു കാണും. ദൈവമേ. നീ ചേർത്തി എന്നും പുറത്ത് നിർത്തിയല്ലേ? സാറല്ലേ എടുത്തി, നമുക്ക് വേറെ വഴി ഉണ്ടാക്കാം. എന്നാ കുടമ്പളി ചുമ്മാ മറക്ക്. അയ്യോ, ഞാൻ ഹീറ്റർ ഓൺ ചെയ്തില്ല. നല്ല പുടപുടക്കുന്ന മീൻ, നല്ല മീൻ, നെയ്മീൻ, കരിമീൻ. എന്നാണ്ട് ചേർത്തി, സുഖാണോ? പിന്നെ ഭയങ്കര സുഖമല്ലേ? നീ ഇങ്ങോട്ട് താ. ഇതാ പിടിച്ചോ. രാശ വണ്ടി എടുക്കടാ. മത്തി, അയില, പൊട്ടപ്പൊട്ടക്കുന്ന കരിമീൻ, നെയ്മീൻ. 1500 റുപ്പീസാ നെന്മീന്. മട്ടൺ ഇല്ലേ ഈ വില? ചെറുതി കുടമ്പളിയിട്ട് തകർത്തേക്കണം കേട്ടോ. കുറച്ച് വറക്കാൻ മാറ്റി വെച്ചേക്കാം. പച്ചക്കുരുമുള അരച്ച് വറുത്ത സൂപ്പർ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ചേർത്ത് വെച്ച ബിറ്റ്മോളിയില്ലേ, കപ്പ ഇരിപ്പുണ്ട്, അത് പുഴുങ്ങാൻ കൊള്ളത്തില്ല. ശരി, ഇളന്താളിപ്പുണ്ട്, അത് കൊത്തി വേവിച്ചേക്കാം അല്ലേ വെച്ചേ? അയ്യോ, ടപ്പിയൊക്കെ മീൻ കറി കൂടെ സൂപ്പർ ആയിരിക്കും. അനിമേ, എനിക്ക് ഗ്ലോബൽ മലയാളി അസോസിയേഷൻ സൂം മീറ്റിംഗ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. പിന്നീട് ഇന്ന് സ്റ്റേറ്റ്സിലേക്ക് കണ്ടെയ്നർ പോകേണ്ട ദിവസമാണ്. നീ മെയിലിലൊന്ന് ചെക്ക് ചെയ്യ്. ചെറുതി കറി കലക്കിക്കോ കേട്ടോ. അതെ, മോന്റെ കാര്യം ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്. പപ്പ എല്ലാം നോക്കിക്കോളും. പിന്നെ ഞാൻ മനപ്പൂർവ്വം അല്ല കേട്ടോ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിർത്തുന്നേ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞു വന്നപ്പോ മുഴുവൻ പോത്തുപാടും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ മീനോട് ഇത്ര പ്രിയം? കഴിഞ്ഞ പ്രാവശ്യം വന്നേച്ചോ ഇപ്പൊ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നേ. കൊളസ്ട്രോൾ 300, ആൻജിയോഗ്രാം വരെ ചെയ്യേണ്ടി വന്നു. നീ മാസിക കഴിച്ചോണ്ടിരിക്കുവാണോ? മാസിക വായിക്കുന്നത് കേട്ടോ. ചേട്ടത്തിയുടെ മീൻകറി അടിപൊളിയാ. അതിന് ഉപ്പും മുളകൊന്നും പിടിക്കാൻ സമയമായിട്ടില്ലല്ലോ. നന്നായി പിടിച്ചിട്ടുണ്ട്. നീ എവിടെ പോവാ? എടാ, വന്നിച്ചിട്ട് കപ്പയും മീനും കഴിച്ചു പോ. ചേട്ടത്തെ സ്നേഹത്തോടെ ഉണ്ടാക്കിയല്ലേ. അതിന് ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ല ഇതിന്റെയൊക്കെ ടേസ്റ്റ് മനസ്സിലാവോ? കണ്ടില്ല എഴുന്നേറ്റ് വരുന്ന സമയം, മണി ഉച്ചയായി. ഫിഷ് ഫ്രൈ ഒന്ന് തരാവോ? താങ്ക്സ്. പപ്പ, ഫിഷ് ഫ്രൈ വേണ്ട, ഓട്സ് കഴിക്ക്. ഒരു ക്യാരറ്റ് എടുത്തോട്ടെ. എന്നാണത്? ബർഗറാ ടൗണിൽ പുതിയ TFC തുടങ്ങി, അവിടുന്ന്. കേട്ടില്ലേ, ബർഗർ. നീയൊക്കെ അല്ല വേറെ വല്ലതും ഇത് കഴിക്കുവോ? എടി 2 റൊട്ടിക്കകത്തോട്ട് ചിക്കൻ പീസ് വെക്കും, എന്നിട്ട് അതിനകത്തോട്ട് ഈ സവോളയും തക്കാളിയും കൂടെ അരിഞ്ഞങ്ങോട്ട് തിരിക്കും. അത് മേടിച്ച് കഴിക്കാൻ ഇവനെ പോലുള്ള പൊട്ടന്മാരും സായിപ്പന്മാരുടെ ഒരു ബുദ്ധിയേ. സായിപ്പന്മാരുടെ ഇപ്പൊ ഒരു പുച്ഛം. അത് നമ്മുടെ ഈ നാടൻ ഫുഡ് തന്നെയാ ബെസ്റ്റ്. അതുകൊണ്ട് എൻ്റെ ഓട്സ്, അവരുടെ ഓട്സ് ബെസ്റ്റാ. പുതിയതാ, കൊറേ ഉണ്ട്. ഇത് കൊള്ളാല്ലേ? ഇത് കുറച്ചുകൂടെ കൊള്ളാം. ഇത് കണ്ടോ? നിനക്ക് ചളിറിയിലൊക്കെ നിർത്തിക്കൂടെ? പോടാ, നീ വലിയ ലൈബ്രറിയിൽ നീ ഇവിടെ വരുന്ന. നീ പോടാ. ഈ സോങ് നമുക്ക് നോക്കിയാലോ? അത് പൊളിക്കും. നമുക്ക് ലഞ്ച് ബ്രേക്കിന് നോക്കിയാലോ? നിമ്മി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ പ്രവീണോട് മിണ്ടരുതെന്ന്. എടാ, അവനും നമ്മുടെ ബാച്ച് അല്ലേ? അവൻ വിളിച്ചാൽ ഞാൻ എങ്ങനെയാ പോകാതിരിക്കുന്നേ? പിന്നെ റംഷിയാണ് എന്റെ ഫ്രണ്ട് സോയുടെ ബ്രദറും. നിമ്മി ഇൻസ്റ്റേ പൊളിക്കുവാണല്ലോ. താങ്ക് യു ഡി. അവര് തള്ളിയതാടി. അല്ല, അവരുടെ നടപ്പത്ര ശരിയൊന്നല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തൽക്കാലം നീ അവരെ നടപ്പ് നന്നാക്കാൻ നിൽക്കണ്ട, ആദ്യം നീ ഒന്ന് നടന്നു കാണിക്കോ. എനിക്കെന്താടി ഒരു കുഴപ്പം? ഈ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് അല്ലേ ഞാൻ? പോരാത്തതിന് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, ക്യൂസ് ക്ലബ് ക്യാപ്റ്റൻ, മ്യൂസിക് ടീം ലീഡർ. അല്ലാതെ നിന്നെ പോലെ പഠിപ്പിച്ചു മാത്രമല്ല. ഈ പറഞ്ഞ മ്യൂസിക് ടീമേ ഈ നിമ്മി ജോർജ് കുളത്തുങ്കൽ ഉള്ളതുകൊണ്ട് മാത്രം നടന്നു പോകുന്ന, അത് മനസ്സിലാക്കിയാ കൊള്ളാം.
ഓ ശരി ചിത്ര ചേച്ചി. അതെ, നാളെ പള്ളിയിൽ നേരത്തെ എത്തിയേക്കണം. കൊയർ പ്രാക്ടീസ് അങ്ങനെ ലേറ്റ് ആയാലേ പുത്തൻ കടുപ്പിൽ വെച്ചെന്നെ നല്ല കടുപ്പത്തിൽ കിട്ടും.